പ്രിയ ബന്ധു നമസ്തേ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചില യാഥാർത്ഥ്യങ്ങൾ സംസാരിച്ചു. ഇപ്പോൾ അവയെക്കുറിച്ചു ചിന്തിച്ചു നമ്മൾ സ്വയം കുറ്റപ്പെടുത്തുക അല്ല വേണ്ടത്. പരിഹാരങ്ങളിലേക്ക് ആണ് നമ്മൾക്ക് തിരിയേണ്ടത്. ഹിന്ദു സമാജത്തിന് എങ്ങനെ സ്വയം ശക്തിപ്പെടാൻ സാധിക്കും എന്നതാണ് ഈ വീഡിയോയിൽ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. അതുകൊണ്ട് വീഡിയോ പൂർണ്ണമായും കാണുവാൻ ശ്രമിക്കുക. ഒന്നാമതായി, വിദ്യാഭ്യാസത്തിലെ നമ്മൾ ഓരോരുത്തരുടെയും നിക്ഷേപത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, പഠിച്ചാൽ രക്ഷപ്പെടാം. പക്ഷേ നമ്മുടെ ചുറ്റും നോക്കുമ്പോൾ പഠിക്കാൻ ആഗ്രഹമുള്ള കുട്ടികൾ, പഠിപ്പിക്കാൻ കഴിയാത്ത മാതാപിതാക്കൾ, ഈ ദൃശ്യം എത്രയോ വീടുകളിൽ നിശബ്ദമായി നടക്കുന്നു. വിദ്യാഭ്യാസം വെറും സർട്ടിഫിക്കറ്റിനു വേണ്ടി ആകരുത്. അത് ഒരു കുട്ടിക്ക് സ്വപ്നം കാണാനുള്ള അവകാശമാണ്. സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ ഉള്ള ഒരു മാർഗമാണ്. ആ അവകാശം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് നമ്മുടെ കൈവിട്ടു പോകുമ്പോൾ ഒരു തലമുറ മുഴുവൻ പിന്നോട്ടു പോകുകയാണ്. നമ്മൾ നമ്മോട് തന്നെ ചോദിക്കണം, നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ വേണ്ടത്ര വിദ്യാഭ്യാസം നൽകുന്നുണ്ടോ? രണ്ടാമതായി, സാമ്പത്തിക സ്വയംപര്യാപ്തത. ഒരുപക്ഷെ ഇതാണ് നമ്മളെ ഏറ്റവും അധികം വിഷമിപ്പിക്കുന്ന ഒരു പ്രശ്നവും. ഒരു അസുഖം വന്നാൽ, ഒരു അപകടം സംഭവിച്ചാൽ, ഒരു ജോലി നഷ്ടപ്പെട്ടാൽ പല ഹിന്ദു കുടുംബങ്ങളും ഒറ്റ നിമിഷം കൊണ്ട് തളർന്നുപോകുന്നത് നമ്മൾ പലതവണ കണ്ടിട്ടുണ്ട്. അവിടെ അഭിമാനം ഇല്ലാതാകുന്നു, ധൈര്യം തകരുന്നു, ജീവിതം തന്നെ ഒരു ചോദ്യചിഹ്നമാകുന്നു. സാമ്പത്തിക സുരക്ഷ നേടുന്നത് വലിയ സമ്പത്ത് കൊണ്ടല്ല, ചെറിയ ശീലങ്ങളാണ് അത് നിർമ്മിക്കുന്നത്. പരസ്പരം കൈപിടിച്ചാൽ, ഒരുമിച്ച് നിൽക്കാൻ പഠിച്ചാൽ, ഒറ്റക്കെട്ടായാൽ നമ്മൾ അത്ര എളുപ്പത്തിൽ തകർന്നു പോകില്ല. മൂന്നാമതായി, സാമൂഹിക ഐക്യം. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, നമ്മളെ മറ്റുള്ളവർ അവഗണിക്കുന്നു എന്ന്. പക്ഷേ ഒരു ചോദ്യം നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കണം. നമ്മൾ എല്ലാവരും എന്നെങ്കിലും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചിട്ടുണ്ടോ? നമ്മൾ തന്നെ വിഭജിക്കപ്പെടുമ്പോൾ, നമ്മൾ തന്നെ പരസ്പരം സംശയിക്കുമ്പോൾ, നമ്മൾ പരസ്പരം പോരാടുമ്പോൾ നമ്മുടെ ശബ്ദം പുറത്ത് എത്താതെ പോകും. നമ്മളുടെ നാശം ആഗ്രഹിക്കുന്ന ചില വിഭാഗങ്ങൾക്ക് നമ്മളെ നശിപ്പിക്കാൻ വളരെ എളുപ്പമാണ്. ഒരുമിച്ചാൽ നമ്മൾ ശക്തരാണ്. പലതായി പിരിഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും ആശക്തരായി മാറും. ജാതി പറഞ്ഞും സാമ്പത്തിക വ്യത്യാസത്തിന്റെ പേരിൽ നമ്മൾ പല തട്ടുകളായി നിൽക്കുമ്പോൾ നമ്മളെ തകർക്കാൻ മറ്റുള്ളവർക്ക് വളരെ എളുപ്പത്തിൽ സാധിക്കും. നമ്മുടെ കൈകളിലെ രണ്ടു വിരൽ കൊണ്ട് ഒരു ഈർക്കിലി മാത്രമായി ഒടിക്കാൻ നമ്മൾക്ക് നിഷ്പ്രയാസം സാധിക്കും. എന്നാൽ നൂറുകണക്കിന് ഈർക്കിലുകൾ ഒരുമിച്ചു കെട്ടിയുണ്ടാക്കിയ ഒരു ചൂൽ നമ്മൾക്ക് വെറും കൈ കൊണ്ട് ഒടിക്കുവാൻ സാധിക്കുമോ? ഇല്ല. അതുപോലെയാണ് നമ്മൾ ഒത്തൊരുമിച്ചു നിൽക്കുമ്പോഴും. നാലാമതായി, ക്ഷേത്രങ്ങൾ. ആരാധനയ്ക്ക് പുറമെ മറ്റുള്ള പല കാര്യങ്ങൾക്കും കൂടി വേണ്ടിയാണ് ക്ഷേത്രത്തിൽ നമ്മൾ ദൈവത്തെ കാണുന്നു. പക്ഷേ അവിടെ നമ്മുടെ കുട്ടികൾക്ക് എന്താണ് കിട്ടുന്നത്? പണ്ട് കാലത്ത് ഇന്നത്തെ പോലെ പൂജ, പ്രസാദം, മടങ്ങുക എന്നതിലൊതുങ്ങിയ ഒന്നായിരുന്നില്ല ക്ഷേത്രം. ക്ഷേത്രങ്ങൾ ആ നാടിന്റെ വിദ്യാഭ്യാസ കേന്ദ്രമായിരുന്നു. ക്ഷേത്ര പരിസരങ്ങളിൽ ഗുരുകുലങ്ങൾ ഉണ്ടായിരുന്നു. വേദങ്ങൾ, ഗണിതം, ആയുർവേദം, ജ്യോതിഷം, നാടകം ഇവ പാവപ്പെട്ട കുട്ടികൾക്കും പഠിക്കാനുള്ള അവസരം. അതായത് പണ്ടുകാലത്ത് ക്ഷേത്രം വിദ്യാഭ്യാസത്തിന്റെ കവാടമായിരുന്നു. ക്ഷേത്രങ്ങൾ ആ നാടിന്റെ സാമ്പത്തിക നിയന്ത്രണ കേന്ദ്രമായിരുന്നു. ഗ്രാമത്തിന്റെ ധാന്യശേഖരം, ദാനങ്ങൾ, നിലങ്ങൾ, വരുമാനം, ദുരിതകാലത്ത് ഭക്ഷണം, ചികിത്സാ സഹായം എന്നിവ ക്ഷേത്രത്തിലൂടെ നൽകിയിരുന്നു. ക്ഷേത്രം സാമൂഹിക സാംസ്കാരിക കേന്ദ്രമായിരുന്നു. സാംസ്കാരിക ഹൃദയം. കഥകളി, കൂത്താട്ടം, ഓട്ടൻതുള്ളൽ, പുരാണ കഥകൾ, ഉത്സവങ്ങൾ, സാമൂഹിക ഐക്യം. കുട്ടികൾ കണ്ടും കേട്ടും സംസ്കാരം പഠിച്ചു. ക്ഷേത്രങ്ങൾ ആ നാടിന്റെ ന്യായവും ധാർമ്മികതയും തീർപ്പാക്കുന്ന ഒരു കേന്ദ്രമായിരുന്നു. ചെറിയ തർക്കങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ എന്നിവക്കുള്ള ധാർമ്മിക ഉപദേശം ക്ഷേത്രത്തിൽ നടന്നിരുന്നു. ക്ഷേത്രം നീതിബോധത്തിന്റെ കേന്ദ്രമായിരുന്നു. ആത്മവിശ്വാസത്തിന്റെ ഉറവിടം. ഒരാൾ തകർന്നാൽ സമൂഹം അവനെ കൈവിടില്ല. ദൈവവും സമൂഹവും കൂടിയുണ്ട് എന്ന ബോധം ഒരു ഹിന്ദുവിൽ ക്ഷേത്രദർശനത്തിലൂടെ സൃഷ്ടിക്കപ്പെട്ടിരുന്നു. ക്ഷേത്രങ്ങൾ പൂജയ്ക്ക് മാത്രമല്ല, അവ ഒരു സമൂഹത്തിന്റെ ഓർമ്മകളാണ്. ഈ കാര്യങ്ങൾ നമ്മൾ നമ്മുടെ കുട്ടികളിലേക്ക് പകരാതെ പോയാൽ ഒരു ദിവസം അവർക്കത് അന്യമാകും. അഞ്ചാമതായി, നമ്മൾ ചെയ്യേണ്ടത് ബോധവൽക്കരണമാണ്. ഇതൊക്കെ പറഞ്ഞാൽ ചിലർ ചോദിക്കും, ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് മാറുക? പക്ഷേ മാറ്റങ്ങൾ സംഭവിക്കുന്നത് ചിന്തകളിലൂടെയാണ്, ചർച്ചകളിലൂടെയാണ്, ബോധവൽക്കരണത്തിലൂടെയാണ്. നമ്മൾ സംസാരിക്കാതെ പോയാൽ, നമ്മൾ പഠിപ്പിക്കാതെ പോയാൽ, നമ്മുടെ കുട്ടികളോട് ഇതൊന്നും പറഞ്ഞില്ലെങ്കിൽ നമ്മൾ തന്നെ നമ്മുടെ ഭാവിതലമുറയെ നിശബ്ദമായി നശിപ്പിക്കുകയാണ്. ഇത് ആരെയും കുറ്റപ്പെടുത്താനല്ല, പക്ഷേ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ആത്മപരിശോധനയാണ് ഇതെല്ലാം. എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക. വീഡിയോ ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ സമാജത്തിലേക്ക് ഈ വിവരങ്ങൾ എത്തിക്കുവാൻ വേണ്ടി ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും അവരവരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക.